KSU നേതാവിനെ സതീശൻ ഓടിച്ചുവിട്ടു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. VD സതീശൻ ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുവെന്നാണ് KSUവും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസും പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. KSU പ്രധാനമായും ഉന്നയിക്കുന്നത് സതീശൻ ഏകപക്ഷീയമായിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച ജിയോണ ജെയിംസ് പഴയ ലോ കോളേജിലെ SFIക്കാരിയാണ്. അങ്ങനെ ഒരാളെ നിയമിക്കാൻ പാടില്ല. അതുകൊണ്ട് സതീശനുമായി നേരിൽ കണ്ട് ഇക്കാര്യം സംസാരിക്കണമെന്നാണ് KSUവിന്റെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ന് VD സതീശന് 2 പ്രോഗ്രാമാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, തിരുവോണം ബെമ്പറിന്റെ പ്രകാശനം. അതിനുശേഷം അദ്ദേഹം കൊല്ലത്തേക്ക് പോകും. അതിനിടയിൽ അലോഷ്യസ് സേവ്യറിനെ കാണാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം ഒരു കാരണവശാലും അലോഷ്യസ് സേവ്യറിനെ കാണാതിരിക്കാനാണ് ശ്രമിച്ചത്. അലോഷ്യസ് സേവ്യർ ഇക്കാര്യത്തിൽ നിരാശനാണ്. കാരണം ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അലോഷ്യസ് സേവ്യർ പറഞ്ഞ ഒരു കാര്യം, നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരപരമാണെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. KSUവിന്റെ അടക്കമുള്ള ഒരു പോഷക സംഘടനകളുടെയും വാക്കുകൾ വിലക്കെടുക്കാതെ സതീശൻ ഏകപക്ഷീയമായി ഗവൺമെന്റ് പ്ലീഡർ നിയമനം നടത്തുന്നു. അതും പഴയ SFIക്കാരെയാണ് നിയമിക്കുന്നത് എന്നാണ് KSUവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ KSUവിന്റെ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ വാക്കുകൾ: അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ആവശ്യം. നിങ്ങളാണ് ഇത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നല്ലോ ഇതോടുകൂടി. നാളെ മുതലില്ലല്ലോ ഇത്. അല്ല, ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, 2 മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, അവരാണ് പരാതിപ്പെട്ടത് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത 2 പേരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ലിസ്റ്റ് തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. 2 പേരും മെമ്പർമാരാണ്. 2 പേരും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അതാ AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെൻറ് പ്ലീഡർമാർ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിൻ്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അപ്പോൾ അവരൊക്കെ നിർദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെ വരും. ഈ 2 പേരും ഈ വിവാദത്തിൽപ്പെട്ട 2 പേരും. അപ്പോൾ ഈ വിവാദം ഒരാഴ്ചയായിട്ട് ഞാനും ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെ ഞാനും ആസ്വദിക്കുകയാണ്. ഈ 2 പേര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ, അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. CPMൽ നിന്ന് വന്ന 5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJPയിൽ നിന്ന് വന്ന ഒരാൾ. അതൊന്നും എനിക്കറിയില്ല. എന്നോടെന്തായാലും പറഞ്ഞിട്ടില്ല. എന്നോടൊരു പരാതിയും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്തൊരു പരാതിയും വന്നിട്ടില്ല. അത് സംബന്ധിച്ചൊരു പരാതിയും വന്നിട്ടില്ല. പരാതി നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കണം എന്താണ് പരാതി. എൻ്റെ മുമ്പിൽ ആ പരാതി വന്നിട്ടില്ല. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി
ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ആവശ്യം. നിങ്ങളാണ് ഇത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നല്ലോ ഇതോടുകൂടി. നാളെ മുതലില്ലല്ലോ ഇത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ചോദ്യം. എന്താ ഇപ്പോൾ കുഴപ്പം? എൻ്റെ പോസ്റ്റൽ സ്റ്റാഫിലെ അംഗം അവർക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ ഫിനാൻസ് നോക്കുന്ന എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തായാലും ഒരു ഇംപ്രോപ്പറേറ്റി ഇല്ല. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് സംഭവമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് സംവിധാനം ഫിനാൻസിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ഡേറ്റാസ് കൊടുക്കേണ്ടി വരും. ആ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ പുറത്ത് നിന്ന്, കമ്മിറ്റിയിൽ അംഗമല്ല, കമ്മിറ്റിയുടെ പുറത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ഏത് കമ്മിറ്റി നമ്മൾ വന്നാൽ ഇത് കാരണം ഒരുപാട് ഡേറ്റാസ് ഉള്ള കമ്മിറ്റിയാണ്. ആ ഡേറ്റാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഔട്ട്സൈഡ് വെക്കേണ്ടി വരും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം പ്രോപ്പറാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ തള്ളിക്കൊണ്ട് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെ രംഗത്ത് വന്നു. ഇതുവരെയും ഞങ്ങൾ വിറകുവെട്ടികളും വെള്ളം കോരികളുമായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ സതീശൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി KSU സമരമുഖത്തുണ്ടായിരുന്നു. നിരവധി KSU പ്രവർത്തകർക്ക് അടികൊണ്ടു, പോലീസിന്റെ മർദ്ദനമേറ്റു, നിരവധി പേർ ലോക്കപ്പിലായി. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് സതീശന് അധികാരം കിട്ടിയത് എന്നാണ് KSUവിന്റെ നിലപാട്. അങ്ങനെയുള്ള KSUവിനെ വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു തവണ പോലും കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചില്ല. പല വിഷയങ്ങളും KSUവിന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. പല ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളും KSUവിന് മുഖ്യമന്ത്രിയോട് പറയാനുണ്ട്. എന്നാൽ എല്ലാ തവണയും KSU നേതാക്കൾക്ക് മുഖ്യമന്ത്രി അനുമതി നിഷേധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അവസാനമായി അലോഷ്യസ് സേവ്യറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അലോഷ്യസ് സേവ്യറിന് പ്രധാനമായിട്ടും ഉന്നയിക്കാനുണ്ടായിരുന്നത് ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. 2016-2020 കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് ഭാരവാഹികളും അബിൻ വർക്കിയും അടക്കം ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഈ SFIക്കാരെ നിയമിക്കുന്നു, ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. KSU തൊട്ടു പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ്. ലോയേഴ്സ് കോൺഗ്രസ് പറഞ്ഞത് തങ്ങൾ നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്നല്ല വി.ഡി. സതീശൻ നിയമനം നടത്തിയിരിക്കുന്നത്. പകരം വി.ഡി. സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള സ്റ്റേറ്റ് അറ്റോർണിയായ അഡ്വക്കേറ്റ് അനൂപ് വി നായർ നൽകിയിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് വി.ഡി. സതീശൻ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കുന്നത് എന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് PK അബ്ദുൾ റഹ്മാൻ അടക്കമുള്ളവരുടെ വാദം. ആരാണ് ഈ അഡ്വക്കേറ്റ് അനൂപ് വി നായർ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വി.ഡി. സതീശന്റെ നാട്ടുകാരനാണ്, പറവൂരുകാരനാണ്. മാത്രമല്ല വി.ഡി. സതീശന്റെ കേസുകളെല്ലാം തന്നെ നേരത്തെ കൈകാര്യം ചെയ്ത ആളുകൂടിയാണ് അഡ്വക്കേറ്റ് അനൂപ് വി നായർ. അദ്ദേഹം ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിലേക്ക് വിലപേശുന്നു എന്നാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരാതി. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് തന്നെ വി.ഡി. സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്നാണ് ഈ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിലേക്ക് നിയമനം നടത്തിയിട്ടുള്ളത് എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അത് പച്ചക്കള്ളമാണെന്ന് ലോയേഴ്സ് യൂണിയൻ പറയുന്നു. ഞങ്ങൾ നൽകിയ ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും ഗവൺമെന്റ് പ്ലീഡറാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെ KSUവും ലോയേഴ്സ് കോൺഗ്രസും വി.ഡി. സതീശന് എതിരായി പരസ്യമായ പോർമുഖം തുറക്കുകയാണ്. വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രംഗത്ത് വന്നിരിക്കുന്നു. KSUക്കാര് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരാണ് എന്ന നിലയിലാണ് നിജേഷ് അരവിന്ദിന്റെ പ്രതികരണം. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഈ ഒരു കാര്യത്തിൽ വലിയ ഭിന്നത രൂപപ്പെട്ടു വരുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് വലിയൊരു ഭിന്നത രൂപപ്പെട്ടു വരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ഇന്നോ നാളെയോ അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുന്ന മുറയ്ക്ക് ഈ വിഷയങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ട് KSUവിനെ ഏതു തരത്തിലാണ് ഈ നിയമനങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ വളരെ വൈകാരികമായ തലത്തിൽ KSU പ്രവർത്തകരുടെ എല്ലാം ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഗൗരവം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങളത് അറിയിക്കും. അദ്ദേഹം അത് കേൾക്കും. അനുഭാവപൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷാ വിഷയത്തിൽ. നിങ്ങൾ ഈ പരാതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ഒരു തരത്തിൽ KSUവിനെ പരിഹസിക്കുന്ന പോലെയായിരുന്നു അതിന്റെ പ്രതികരണം. അല്ല, സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് കോളേജ് തിരുവനന്തപുരത്തെ KSUവിന്റെ മുൻ യൂണിറ്റ് പ്രസിഡന്റ്മാർ അവർ 2016 മുതൽ 20 വരെയുള്ള ആ കാലഘട്ടത്ത് അവിടെ യൂണിറ്റ് പ്രസിഡന്റ്മാരായി പ്രവർത്തിച്ച ആളുകൾ ഒരു വലിയ രീതിയിലേക്കുള്ള ആശങ്ക
സർക്കാരിനെ അറിയിച്ചിരുന്നു. ആ ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ കെഎസ്യുക്കാരുടെ കൂടി ആശങ്കയാണ്. ആ ആശങ്കയെ കണ്ടില്ല എന്ന് നടിക്കാൻ സംസ്ഥാന കെഎസ്യു കമ്മിറ്റിക്ക് ആകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ അല്പം കൂടി ഒരു ജാഗ്രത മുഖ്യമന്ത്രി പാലിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അത് അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ, ഈ കഴിഞ്ഞ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഞങ്ങളുടെ നിലപാടുകളും ഞങ്ങളുടെ എത്തരത്തിലാണ് അതിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ്, ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഞങ്ങൾ അറിയിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ പ്രതികരിക്കാമെന്നാണ് കരുതുന്നത്. ഉന്നയിക്കുന്ന പരാതികൾ പരിഹരിക്കപ്പെടുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്? അല്ല, സ്വാഭാവികമായും അത് നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷമാണല്ലോ അത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ. കാരണം സ്വാഭാവികമായിട്ടും കെഎസ്യു ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട, ഗവൺമെന്റ് ബ്രീഡറുമായി ബന്ധപ്പെട്ട നിയമനത്തിലാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നു വന്നത്. ആ ആക്ഷേപത്തിന് തുടക്കം കുറിച്ചത് ആ കാലഘട്ടത്തിൽ അവിടുത്തെ കെഎസ്യുവിന്റെ പ്രവർത്തകരാണ്. കാരണം സ്വാഭാവികമായും തിരുവനന്തപുരം ലോ കോളേജ് എന്ന് പറയുന്നത് ആ 2016-20 കാലഘട്ടത്തിൽ കെഎസ്യുക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ലാതെ അതിഭീകരമായിട്ടുള്ള SFIയുടെ മർദ്ദനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന, കെഎസ്യുവിന്റെ ഒരു കൊടി ഉയർത്തിയാൽ അതിഭീകരമായിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ കെഎസ്യു പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള ഒരു സ്ട്രഗിളിന്റെ ഭാഗമായിട്ടുള്ള സംഘടനാ പ്രവർത്തനമായിരുന്നു. അന്ന് അവിടെ SFIക്ക് വേണ്ടി കൊടി പിടിച്ച, അല്ലെങ്കിൽ കെഎസ്യുക്കാരെ നിരന്തരം മർദ്ദിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘത്തിൽ ഒരാൾ ഗവൺമെന്റ് ലീഡറായി UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിയമിക്കുമ്പോൾ അവർ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന വിഷമങ്ങളെ കെഎസ്യു സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടും കേരളത്തിലെ മുഴുവൻ കെഎസ്യു പ്രവർത്തകർക്ക് വേണ്ടിയും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ തെരുവുകളിൽ സമരം ചെയ്ത ആളുകളുടെ വൈകാരികതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പറയുന്നത്. അത് അദ്ദേഹം കേൾക്കും, അതിൽ ഇടപെടലുകൾ ഉണ്ടാകും, അതിൽ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിൽ ആ വൈകാരിക തലത്തിൽ മുഖ്യമന്ത്രി ഉൾക്കൊണ്ടില്ല. അല്ല, അത് സ്വാഭാവികമായും ഞാൻ ആ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ചില ബൈറ്റുകളാണ് പലയിടങ്ങളിൽ നിന്ന് ഞാനത് കണ്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം എത്തരത്തിലാണ് അദ്ദേഹം ആ വിഷയത്തെ എടുത്തതെന്നതിനെ പറ്റി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. കെഎസ്യു നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല. മാത്രമല്ല, കെഎസ്യുവിനെ അപമാനിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുന്നു. ലോയേഴ്സ് കോൺഗ്രസിനെ മാനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. തോന്നുന്നപടി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ സ്റ്റേറ്റ് അറ്റോർണിയായിട്ടുള്ള അഡ്വക്കേറ്റ് അനൂപ് വി നായരും തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പരാതി ലോയേഴ്സ് കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഈ ഒരു വിഷയം കോൺഗ്രസിനകത്തെ ആഭ്യന്തര ഭിന്നതയായി പുറത്ത് മറനീക്കി വരികയാണ് എന്ന് ചുരുക്കത്തിൽ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.